യേശു കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാ ഇൻട്രൊഡക്ഷനും ദേവദാസനോടും സഭയോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചേട്ടനും കുടുംബവും ഇവിടെ നിങ്ങളുടെ മധ്യത്തിലാണ്. ആത്മീയ ശുശ്രൂഷകൾക്ക് ചുമൽ കൊടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 16 വർഷം മുന്നം ഉജ്ജയിനിൽ ഒരു ചർച്ചിൽ ഒരു കുട്ടി പാസ്റ്ററായിട്ടിരിക്കുന്ന സമയത്ത് 1200 രൂപ സപ്പോർട്ട് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീത്തീനെ കെട്ടിച്ചു തന്നു. അപ്പം അതിനുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. പതിനാറ് വർഷം മുന്നേ ഞങ്ങളുടെ വിവാഹ വാർഷികം കഴിഞ്ഞ ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നെന്ന പോലെ കഴിഞ്ഞ 2000 തൊട്ട് നോർത്ത് ഇന്ത്യയിലായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. കല്യാണത്തിനും വിവാഹത്തിനും മുന്നം ഞാൻ ബോംബെയിൽ കുറച്ചു കാലം, ഡൽഹിയിൽ, UP-യിൽ, അതിനുശേഷം പഞ്ചാബിൽ പഠിക്കാൻ സഹായിച്ചു. പിന്നെ മധ്യപ്രദേശിൽ വന്നു. ഇങ്ങനെ ഒരു കുറേ കാലം ഹിന്ദി ഭാഷയെ സ്നേഹിപ്പാനും ഹിന്ദി ഭാഷക്കാരെ സ്നേഹിപ്പാനും ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളം ഭാഷയെ വെറുത്തിട്ടില്ല. എങ്കിലും മലയാള ഭാഷക്കാരോട് അല്പം സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ എനിക്ക് ഖേദവുമില്ല. കാരണം ദൈവം അങ്ങനെ എന്നെ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണവന്മാരൊക്കെ പ്രായമായിട്ട് വരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെൻ്റെ പപ്പയൊക്കെ നല്ല യങ്ങായിരുന്നു. എന്തും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എനർജിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വന്ന് കണ്ടപ്പോൾ അത്ര ഒരു എനർജി ഒന്നും ഇല്ല. അപ്പോൾ പ്രതിസന്ധികളെയും മുന്നോട്ടുള്ള കാര്യങ്ങളെയൊക്കെ തരണം ചെയ്യണം. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ തന്ന ശുശ്രൂഷയിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം കൃപ തരണമേ. രക്തത്തിളപ്പ് കൊണ്ടോ ചോരത്തിളപ്പ് കൊണ്ടോ ഒന്നും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും തന്നെ വേണം. അതേപോലെ പഴയ കാലത്തെ പോലെയല്ല, കാലം മാറി ടെക്നോളജിയുടെ മുകളിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു യങ് ജനറേഷനാണ്. ഒരുപക്ഷെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പിള്ളേരെടുത്ത് മൊബൈൽ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് അത്രയും അപ്പോൾ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെത്രമാത്രം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൃപ ദൈവം തന്നെ തരണം. വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു മാർഗവുമില്ല. ദൈവം തന്നെ തരണം. ദൈവത്തിൽ ശരണപ്പെടുന്നു. നിങ്ങളെപ്പോലെയുള്ളവരുടെ അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ ഉള്ളവരുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ദൈവം പഞ്ചാബിനെയും ഹരിയാനയെയും ഹിമാചലിനെയും ഉത്തരാഖണ്ഡിനെയും കശ്മീരിനെയും എല്ലാം സ്പർശിക്കട്ടെ. യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാവും പഞ്ചാബിൽ വലിയ റിവൈവലൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ. ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ടും സത്യമൊന്നും ആവില്ല, എങ്കിലും അത്ര മോശവുമല്ല. നല്ലൊരു റിസൾട്ട് ഉണ്ട്. നല്ലതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ആത്മീയ മന്ദഗതി കേരളത്തിൽ എന്ന പോലെ തന്നെ അവിടെയും ഉണ്ട്. ഇതൊരു ഗ്ലോബൽ ഫിനോമിനാണ്. ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്രാർത്ഥിക്കാം, ദൈവജനത്തെ നമുക്ക് ഒരുക്കാം, നമ്മുടെ തലമുറകളെ കർത്താവിന് വേണ്ടി നമുക്ക് സ്പെയർ ചെയ്യാം. കർത്താവ് അവരെ എടുക്കട്ടെ, അവരെ ഉപയോഗിക്കട്ടെ, അവർ പഠിക്കട്ടെ, ബുദ്ധിയുള്ളവരായി തീരട്ടെ. എന്നാൽ കർത്താവിന് വേണ്ടിയിട്ട് അവർ പ്രയോജനം ചെയ്യുന്നവരായി മാറട്ടെ. ദൈവകൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പപ്പ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞങ്ങൾ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ കുടുംബ പശ്ചാത്തലം മുഴുവനും ഒരു കമ്മ്യൂണിസത്തിൻ്റെ കുടുംബമാണ്. കത്തോലിക്കരാണ് ഞങ്ങൾ പാരമ്പര്യം പറയാനായിട്ട്. പക്ഷേ വിശ്വാസം പറയാനാണെങ്കിൽ കമ്മ്യൂണിസമാണ്, നിരീശ്വരവാദമാണ്. പപ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ അവിടുത്തെ പല ചുമതലകളും വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് 1988 ഐ തിങ്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് പപ്പയ്ക്ക് കൃപ കൊടുത്തു. അതിനുള്ള സാഹചര്യം എൻ്റെ പപ്പയുടെ ഒരു അനിയൻ ആലുവ UC കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഏതോ ഒരു സുഹൃത്ത് എന്നോ ഒരിക്കൽ പറഞ്ഞു, വാ നമുക്കൊരിടത്ത് പോവാം എന്ന് പറഞ്ഞു. ഒരു കൂട്ടുകാരൻ എന്നുള്ള ബന്ധത്തിൽ വിളിച്ചുകൊണ്ട് പോയത് ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പിലായിരുന്നു, ഒരു ക്യാമ്പസ് പ്രെയർ ഗ്രൂപ്പിലായിരുന്നു. അറിയാതെ പോയി അവിടെ ചെന്നു. അവിടെ കേട്ട ദൈവവചനം അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ ഒരു സ്പാർക്ക് തൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായി. ഞങ്ങളുടെ ആ നാടിൻ്റെ
ആദ്യത്തെ വിശ്വാസപുത്രനായിട്ട് ഫ്രാൻസിസ് ജോസ് അദ്ദേഹം മാറി. അനേക പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കാ സഭ വിട്ടു, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കത്തോലിക്കാ സഭ വിടേണ്ടി വന്നു എന്നുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള, എൻ്റെ പപ്പയുടെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാനും ഇന്ന് പലരും 90% ഞങ്ങളുടെ കുടുംബം കർത്താവിൻ്റെ വേലയിലാണ്. എൻ്റെ പപ്പയുടെ അനിയൻ ഇന്നലെ ഉണ്ടായിരുന്നു. അവർ ബോംബെയിൽ കഴിഞ്ഞ 45 വർഷമായിട്ട് ആയിരിക്കുന്നു. ഒരു 10-30 വർഷത്തിൽ കൂടുതലായി അദ്ദേഹം സഭാ ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഡൽഹിയിലുള്ള എൻ്റെ പപ്പയുടെ അനിയൻ ഒരു 10-25 വർഷത്തോളം 10-30 വർഷത്തോളമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അങ്ങനെ അല്ലാതെയും മറ്റു പലരും സുവിശേഷവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് വല്ലപ്പോഴുമൊക്കെ പ്രാർത്ഥിക്കുക. ചണ്ഡീഗഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ചണ്ഡീഗഡ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാണ്. കർത്താവിന് സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ മൃഗജാലങ്ങളെ, സസ്യങ്ങളെ, പക്ഷികളെ എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതതിൻ്റെ വാസസ്ഥാനമാക്കി കൊടുത്തു. നീ ഇവിടെ താമസിക്കണം, നീ ഇവിടെ താമസിക്കണം, നീ ഇവിടെ താമസിക്കണം. സസ്യങ്ങളെ എല്ലാം ദൈവം സൃഷ്ടിച്ച്, പ്ലാന്റ്സിനെ എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നീ മണ്ണിൽ താമസിക്കണം. മണ്ണാണ് നിന്റെ ജീവന്റെ ആധാരം. ഒരു ചെടി പോലും ഒരു ദിവസത്തിൽ കൂടുതലും മണ്ണിൽ നിന്ന് പറിച്ചെടുത്താൽ വേരില്ലാതെ അതിന് ജീവിക്കാൻ കഴിയില്ല. ദൈവം മൃഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വനത്തിൽ താമസിക്കണം. സസ്യജാലങ്ങള് മണ്ണിൽ താമസിക്കുന്നു, നിങ്ങൾ വനത്തിൽ താമസിക്കണം. യു മസ്റ്റ് റിമൈൻ ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ആണ് അവർക്ക് വേണ്ടി ദൈവം കൊടുത്തത്. ദൈവം മത്സ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിൽ താമസിക്കണം. സമുദ്രമാണ്, നദികളാണ് നിങ്ങളുടെ വാസസ്ഥാനം. ഒരു മത്സ്യം ഒരിക്കലും വെള്ളത്തിന്റെ പുറത്ത് തന്നെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. മത്സ്യത്തിന് ഇത് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ എത്ര കാലമായി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണു, തണുപ്പ്, ചൂട് ഇതെല്ലാം സഹിച്ച് ഇനി പറ്റത്തില്ല, അല്പം ഒന്ന് മാറി നോക്കാം, ഉന്നതി ഉണ്ടാകുമോ അറിയാം എന്ന് മാറി ചിന്തിക്കാനായിട്ടുള്ള ഓപ്ഷൻ അതിനില്ല. അതിനുള്ള ബുദ്ധിയും അതിന് ദൈവം കൊടുത്തിട്ടില്ല. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഈസ് ഡെഡ്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഏദൻ തോട്ടമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, യു മസ്റ്റ് സ്റ്റേ ഇൻ ദ ഗാർഡൻ. ഏദൻ തോട്ടത്തിൽ നീ വസിക്കണം. ഇന്നത്തെ ഭാഷയിൽ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കിങ്ഡം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവം ഉണ്ടാക്കിയ വാസസ്ഥലം. ഇന്നത്തെ മനുഷ്യനോടുള്ള ഡയറക്റ്റ് സന്ദേശം ഇതാണ്, യു മസ്റ്റ് സ്റ്റേ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ താമസിക്കാതെ മനുഷ്യന് ജീവനില്ല. ദൈവരാജ്യത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരും മരിച്ചവരാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ ലോകത്തിൽ താമസിക്കുന്ന മനുഷ്യർ, അവർ യേശുവിനെ അറിയാത്തവരുണ്ട്, നാമധേയ ക്രിസ്ത്യാനികളുണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ട്. അവരൊക്കെ എവിടെയാ? ദേ ആർ ഡെഡ്. ഇതാണ് ഒരു റിയാലിറ്റി. ഒരു മത്സ്യം വെള്ളത്തിൻ്റെ പുറത്ത് താമസിക്കുന്നത് പോലെയാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, യേശു സൃഷ്ടിച്ച മനുഷ്യൻ യേശു ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് യേശുവിൻ്റെ പേരവിടെ കൊണ്ടുവരാം. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിച്ചു, ഉളവായതൊന്നും അവനെ കൂടാതെ. പൗലോസ് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ സൃഷ്ടി ആരാ നടത്തിയത്? Who is the creator? Jesus Christ is the creator. യേശുവാണ് സൃഷ്ടികർത്താവ്. യേശുവിനെ കൂടാതെ ഉള്ള ജീവിതം മരണതുല്യമാണ്. അതുകൊണ്ടാണ് ദൈവം ആദമിനോട് ഹവ്വയോടും പറഞ്ഞത്, ഇത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. കാരണം ഇത് ഭക്ഷിച്ചാൽ നിന്നെ ഞാൻ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കേണ്ടി വരും. സോ യു വിൽ ഡൈ.
കിങ്ഡം ഓഫ് ഗോഡ്. ഇന്ന് കിങ്ഡം ഓഫ് ഗോഡിന്റെ ഉള്ളിൽ ജീവിക്കാത്ത മനുഷ്യന് ജീവിതം മരണതുല്യമാണ്. പാപത്തിൽ മരിച്ചവനാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. സകല മനുഷ്യരും ദൈവതേജസ് നഷ്ടപ്പെടുത്തി പാപത്തിൽ മരിച്ചവരാണ്. എൻ്റെ ചോദ്യം, നമ്മുടെ സഭയിലെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങള് ഓട്ടോമാറ്റിക്കലി രക്ഷിക്കപ്പെടില്ല. കാരണവന്മാര് പാസ്റ്റർ ആയതുകൊണ്ടോ വിശ്വാസികളായതുകൊണ്ടോ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല. ബട്ട് ദേ മസ്റ്റ് കം ടു നോ ദ റിയാലിറ്റി. അവർക്ക് ആ കിങ്ഡം ഓഫ് ഗോഡിൽ എത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നിത്യജീവൻ അവകാശമായി ലഭിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് കുഞ്ഞുങ്ങളോടും ഉള്ള കൽപ്പനയാണ്. എന്നാൽ പ്രോമിസ് ഉണ്ട്. നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് എക്സ്ക്യൂസ് അല്ല, അതൊരു പ്രോമിസാണ്. കാരണന്മാർക്ക് ക്ലെയിം ചെയ്യാനുള്ള പ്രോമിസാ. എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവേ നിന്റെ സന്നിധിയിലോട്ട് എത്തിക്കണമേ. അവര് വെള്ളത്തിന്റെ പുറത്ത് ജീവിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ്. പലപ്പോഴും പെരിഫറിയിൽ പുറമേ നമ്മൾ പല സൊല്യൂഷൻസും കണ്ടെത്തും. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ സഭായോഗത്തിൽ വരുന്നില്ല? എന്തുകൊണ്ട് ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഉപദേശങ്ങളിൽ അവർക്ക് താല്പര്യമില്ല? അടി കൊടുത്തതുകൊണ്ടൊന്നും അവർക്ക് താല്പര്യം വരത്തില്ല. വഴക്ക് പറഞ്ഞതുകൊണ്ട് താല്പര്യം വരില്ല. കുറേയേറെ വാക്യങ്ങൾ കാണാപ്പാഠം പഠിപ്പിച്ചതുകൊണ്ടൊന്നും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആത്മീയ താല്പര്യങ്ങൾ വരില്ല. ഇന്ന് നമ്മുടെ ഈ ചെറിയ കൂട്ടത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തുമുള്ള സമൂഹങ്ങളിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് സഭായോഗങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ല? കാരണം അവർ കിങ്ഡം ഓഫ് ഗോഡിന്റെ പുറത്താണ്, അവരകത്തല്ല. സോ ദേ ഹാവ് ടു കം. അവർ വരേണ്ടത് ആവശ്യമാണ്. അവർ വരും. അതിന്റെ പ്രോമിസ് കാരണവന്മാരുടെ കയ്യിലുണ്ട്. ആ പ്രോമിസ് ക്ലെയിം ചെയ്ത് അവരെ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാക്കേണ്ടത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പേരൻസിന്റെ റെസ്പോൺസ്. നമ്മൾ എത്ര ടെൻഷൻ എടുക്കുന്നു ട്യൂഷന് വിടാൻ, എത്രമാത്രം പൈസ മുടക്കുന്നു ഒരു കരിയറിലോട്ട് അവരെ എത്തിക്കാനായിട്ട്. പക്ഷെ എത്രമാത്രം നമ്മൾ ടെൻഷൻ എടുക്കുന്നുണ്ട് അവരെ കിങ്ഡം ഓഫ് ഗോഡിന്റെ, ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ എത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ അവർ മരിച്ചു പോവും, നിത്യമായി മരിച്ചു പോവും. ഇറ്റ്സ് എ സീരിയസ് ബിസിനസ്. നിത്യമായി മരിച്ചു പോവും. സാത്താൻ ലോകത്തോട് കാണിക്കുന്ന, ലോകത്തിൽ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്നത്തെ യങ് ജനറേഷന്റെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ എല്ലാം കൊടുക്കുന്ന ചില പ്രോമിസുകളുണ്ട്. ഐ വിൽ ഗീവ് യു പൊസിഷൻ, ഐ വിൽ ഗീവ് യു പ്ലഷർ, ഐ വിൽ ഗീവ് യു പോപ്പുലാരിറ്റി. മനുഷ്യന്റെ മുമ്പിൽ ഇതെല്ലാം, കുഞ്ഞുങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ കുറേ കാലം കൂടി ഞങ്ങളുടെ കുടുംബത്തിലെ 2 മരണം ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പ്രായമായവരാ. അവർ മരിച്ചതിലല്ല സങ്കടമുള്ളത്. ഈ മരണം മൂലം കഴിഞ്ഞ് ഞങ്ങളുടെ പഴയ കത്തോലിക്ക പള്ളിയിൽ പോയി അവരുടെ കുറേ കാലമായി, 10-30 വർഷമായി ഒരു കത്തോലിക്ക പള്ളി കണ്ടിട്ട് തന്നെ. അപ്പോൾ അതൊന്ന് കാണാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ സ്പ്ലെൻഡറും അവിടുത്തെ ആ ഒരു പ്രതാപവും അവിടുത്തെ ആളുകളും അവരുടെ കല്ലറയും, എന്താ ഒരു ഗമ. ഞങ്ങളുടെയൊക്കെ പാരമ്പര്യത്തിൽ കാരണന്മാരൊക്കെ പറയുന്നത് അങ്ങനെയാ, നീ പോടാ അവിടുന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ കല്ലറയിലൊന്ന് പോയി കിടന്നാ മതി. അപ്പൊ ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങള്, നമുക്ക് എന്താ പാരമ്പര്യം പറയാനുള്ളേ? പക്ഷേ ഇത് സാത്താൻ കൊണ്ടുവരുന്ന ഒരു പ്രലോഭനമാണ് എന്ന് മനസ്സിലാക്കാൻ, ലോകത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതെല്ലാം കാണിച്ചിട്ട് പവർ, പ്ലഷർ, പോപ്പുലാരിറ്റി, മണി, ഇതെല്ലാം കാണിച്ച് ഇറ്റേണിറ്റിയിൽ നിന്നും മനുഷ്യനെ മാറ്റുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നിത്യതയിൽ നിന്നും കുഞ്ഞുങ്ങളെ മാറ്റുക എന്നുള്ളത്. സോ നമ്മൾ ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കർത്താവിന് വേണ്ടി നമുക്ക് നേടാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർക്ക് സഭാ കാര്യങ്ങളിലും കൂട്ടായ്മകളിലും ഒന്നും ഒരു താല്പര്യമില്ലാതെ പോകുന്നത്? താല്പര്യമില്ല. പലരും വരുന്നത് നിർബന്ധം കൊണ്ട് വരുന്നതാ. എന്ത് വിചാരിക്കും, വേറെ എവിടെ പോകാനാ, കൂട്ടുകാരൊക്കെ ഉള്ളത് അവിടെയാ, അതുകൊണ്ട് മാത്രം വരുന്നവരാണ് ഒരു ഭൂരിഭാഗം പേരും. എങ്ങനെയാണ് ഈ അകത്തുനിന്നുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നത്?
എങ്ങനെ അകത്തുനിന്നുള്ള ഒരു ചേഞ്ച് സംഭവിക്കും? അവർ പാപിയാണെന്നുള്ള ബോധം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരേണ്ടത് ആവശ്യമാണ്. ഞാനൊരു പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് പകരക്കാരനായിട്ടാണ്. ഞാനാണ് അവിടെ മരിക്കേണ്ടത്. എന്നാൽ യേശു എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം സ്വയമായി ഏറ്റെടുത്തു. ഇനി എനിക്ക് പാപത്തിൻ്റെ ശമ്പളമായ മരണമില്ല. അതുകൊണ്ട് യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം എന്നുള്ള തീരുമാനം എടുക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും ഒരു മാനസാന്തരം സംഭവിക്കുന്നത്. ഇങ്ങനെ മാനസാന്തരം സംഭവിച്ചു കഴിയുമ്പോൾ വരുന്ന ഒരു മാറ്റം, അത് ഞാൻ പറയാം. മാനസാന്തരം സംഭവിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മാറ്റം. ഇസ്രായേൽ മക്കള് 430 സംവത്സരം അടിമകളായിട്ട് മിസ്രൈമിൽ കിടന്നു. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ അടിമ, പ്യുവർ സ്ലേവറിയിൽ അവരായില്ല. ഇഷ്ടിക ഉണ്ടാക്കലായിരുന്നു അവരുടെ പരിപാടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ക്ലാസ് ആയിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം അവരെ സെലക്ട് ചെയ്തതാ, പ്രോമിസ് ചെയ്തതാ. ഇവര് അടിമകളായിട്ട് ഇവിടെ താമസിച്ച് മോശയോട് പറഞ്ഞു, നിന്റെ നേതൃത്വത്തിൽ നീ ഇസ്രായേൽ മക്കളെ വിടുവിക്കുക. പുറപ്പാട് പുസ്തകം നമുക്കറിയാം. വിടുവിച്ച് പുറത്ത് കൊണ്ടുവന്ന് അന്നത്തെ ദിവസം ഒരു വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ന്റെ 41-51. Exodus 12:41 and 51. Okay. മതി. ഇംഗ്ലീഷിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് came to pass that all the armies of the Lord went out from the land of Egypt. 51 എഴുതിയിരിക്കുന്നു, on that very same day that the Lord brought the children of Israel out of the land of Egypt according to their armies. ഈ രണ്ട് വാക്യത്തിലും ആർമി, മലയാളത്തിൽ ഗണം എന്ന് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ആർമി എന്നാണ്. ആർമി. 430 സംവത്സരം അടിമകളായിട്ട് കിടന്ന ഇസ്രായേൽ മക്കള് പുറത്തു വരുന്ന അന്ന്, എന്ന് അവരെ പുറത്ത് കൊണ്ടിരുന്നോ അന്ന്, ഓൺ ദ വെരി സെയിം ഡേ, അന്ന് ദൈവം അവരെ വിളിക്കുവാണ്, യു ആർ ദ ആർമി ഓഫ് ദ ലോർഡ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യു ആർ ദ ആർമി ഓഫ് ദ ലോർഡ്. ആർമി എന്ന് പറഞ്ഞാൽ അവരെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അതിനുശേഷം കുറെ കാലം കഴിഞ്ഞിട്ട് അവരൊരു സോൾജിയർ എന്ന് പറയുന്ന പൊസിഷന് ഫിറ്റ് ആവുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് അവരെ വിളിക്കുകയാണ്, യു ആർ ദ ആർമി ഓഫ് ദ ലോർഡ്. ബട്ട് ഓൺ ദ വെരി സെയിം ഡേ, അന്നേ ദിവസം ഇവരെ സംബന്ധിച്ച് ദൈവം തെരഞ്ഞെടുത്തതാണ് ഇസ്രായേൽ മക്കളെ. മോശ അവരെ പുറത്തു കൊണ്ടുവന്നു. അവർക്ക് വാള് പിടിക്കാൻ അറിയില്ല, കാരണം അവർ ഇഷ്ടിക ഉണ്ടാക്കി മാത്രം പരിചയമുള്ളവരാണ്. ഈജിപ്തിൽ എപ്പോഴെങ്കിലും ഇവർ വാള് പിടിച്ചിട്ടുണ്ടോ? ഇവർ യുദ്ധം ചെയ്യാൻ പരിശീലിച്ചിട്ടുണ്ടോ? പരിശീലിച്ചിട്ടില്ല. പക്ഷെ ദൈവം എങ്ങനെയാണ് അവരെ വിളിച്ചത്? ഓൺ ദ വെരി സെയിം ഡേ, എന്ന് പുറത്തു വന്നോ അന്ന് ദൈവം അവരെ വിളിക്കുവാണ്, യു ആർ ദ ആർമി ഓഫ് ദ ലോർഡ്. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരുവന്റെ സൈൻ എന്ന് പറയുന്നത്. എന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നോ അന്ന് കർത്താവ് നമ്മളെ അപ്രന്റീസ് ആയിട്ട് എടുക്കുകയല്ല ചെയ്യണേ. കർത്താവ് നമ്മളെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും രക്ഷിക്കപ്പെട്ടത് 50, 60, 70 ഒക്കെ വർഷം മുന്നമായിരിക്കാം, ചിലർ സമീപകാലത്തായിരിക്കാം. പക്ഷെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ന് നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ, കർത്താവിന് ഹൃദയം കൊടുത്തോ, അന്ന് നമ്മൾ ആർമിയുടെ പാർട്ടായിട്ട് മാറി. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഒരു സൈൻ എന്ന് പറയുന്നത് അവൻ ആർമിയുടെ പാർട്ടായിട്ട് മാറും എന്നുള്ളതാണ്. അവന് യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയും ശത്രുവിന്റെ ബലത്തെ കെടുത്തുക, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ടാണ് സോ പാസീവായി പോയത്? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും
അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ബോധമില്ല. കർത്താവ് എന്നെ ആർമിയിലോട്ട് സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ബോധം വരുന്നില്ല. അവർ ചിന്തിക്കുന്നത്, ഓക്കെ, രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോവാം, ഇനി എന്നാ വേണം? രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോവില്ലേ? സ്വർഗത്തിൽ പോവും. ഇനി എന്നാ വേണം? വേറെ എന്നാ നമുക്ക് വേണ്ടേ? വേറെ ആര് പോയാലും കൊള്ളാം, ആര് പോയില്ലെങ്കിലും കൊള്ളാം, നമുക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊന്ന് എത്തിച്ചേരാം. ഈ സൈൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയുടെ സൈനാണ്. കാരണം കർത്താവ് അവരെ വിളിച്ചത് എന്ന് മിസ്രയീം ദേശത്തു നിന്ന് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. 1 വർഷം കഴിഞ്ഞിട്ടല്ല. കർത്താവ് ഇതും പറഞ്ഞില്ല, നിങ്ങൾ വാളൊക്കെ എടുത്തുന്ന പയറ്റി നോക്ക്, വെട്ടാൻ അറിയാവുന്നവനെല്ലാം ഞാൻ സേനയിൽ പങ്കു ചേർക്കാമെന്നല്ല പറഞ്ഞത്. ഉണ്ടായ കുഞ്ഞുങ്ങളന്നുണ്ട്, വൃദ്ധരന്നുണ്ടാവും, എല്ലാവരും കൂടെ കൂടി ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു വരുന്നു. മോശ തന്നെ അന്നൊരു 1 വയസ്സനാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, യു ആർ ദ ആർമി ഓഫ് ദ ലോർഡ്. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ യഥാർത്ഥ സൈൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ യഥാർത്ഥ സൈൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? രക്ഷിക്കപ്പെട്ടതിൻ്റെ സൈൻ ഇതൊന്നുമല്ല. ചിലരൊക്കെ പറയുന്നത് രക്ഷിക്കപ്പെടാനായിട്ട് കർത്താവ് നമ്മൾ ഏറ്റു പറയുമ്പോഴത്തേക്കും നമുക്കൊരു തണുപ്പ് അനുഭവപ്പെടും, ചൂട് അനുഭവപ്പെടും, വീഴും. ഇതൊന്നും അല്ല സൈൻ. വീണവർ വീണോട്ടെ, തണുപ്പ് അനുഭവിച്ചോട്ടെ, പക്ഷേ സൈൻ എന്ന് പറയുന്നത് 100% ട്രസ്റ്റാണ്. ഐ ബിലോങ് ടു ദ ആർമി ഓഫ് ദ ലോർഡ്. ഞാൻ ഈ സേനയിൽ എന്ന് ഭാഗമായി തീരുന്നോ അന്ന് എൻ്റെ ചിന്ത ഇങ്ങനെയായിരിക്കും, എന്നെ രക്ഷിച്ച കർത്താവേ, എന്നെ പോലെ എത്രയോ പേര് സാത്താൻ്റെ കരങ്ങളിൽ കിടക്കുന്നു, അവരെ രക്ഷിക്കാനായിട്ട് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ അധികമൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേക്കാം, അധികമൊന്നും ചെയ്യാൻ പറ്റാനുള്ള കഴിവുകളൊന്നും ഇല്ലായിരിക്കാം. കഴിവൊന്നും ദൈവത്തിന് പ്രധാനമൊന്നുമല്ല. മോശ വിക്കനായിരുന്നു, പക്ഷെ മോശ ചെയ്ത പോലെ ഉള്ള പ്രവൃത്തി മറ്റാരാ ചെയ്തത്? നമ്മുടെ കഴിവില്ലായ്മകളെയാണ് ദൈവം കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ കൺവിക്ഷൻ ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. ഐ ബിലോങ് ടു ദ ആർമി ഓഫ് ദ ലോർഡ്. പ്രായമായവർ ചിന്തിക്കുക, ഐ ബിലോങ് ടു ദ ആർമി ഓഫ് ദ ലോർഡ്. ഞാൻ എന്ത് തരം ഫൈറ്റ് ആണ് ഇന്ന് ചെയ്യുന്നത്? ഞാൻ ഇന്ന് ഒരു ചെറിയ സന്ദേശം, യേശുവിൻ്റെ ദിവ്യത്വം, യേശുവിൻ്റെ മഹത്വം എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യേശുവിൻ്റെ മഹത്വം എന്നുള്ളതിനെ ആധാരമാക്കി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ ആർമിയിൽ നമ്മൾ ചേരുമ്പോൾ, നാമധേയ ക്രിസ്ത്യാനിത്വം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് പുൽത്തൊട്ടിൽ കിടക്കുന്നു, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പാവം കുഞ്ഞ്, എന്നാ ചെയ്യാനാ അതിന്? കരയാനല്ലാതെ മറ്റൊന്നും അറിയാൻ പാടില്ല. നാമധേയ ക്രിസ്ത്യാനിത്വം നമ്മളെ ഇതും കൂടെ പഠിപ്പിച്ചു, അവസാനം ക്രൂശിൽ കിടക്കുന്നു, ചോരയെ ഒലിപ്പിച്ച് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു നിസ്സഹായനായ യേശു. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശു നിസ്സഹായൻ, ക്രൂശിൽ കിടക്കുന്ന യേശു നിസ്സഹായൻ. ഈ ഒരു ചിത്രമാണ് ക്രിസ്ത്യാനിറ്റിക്ക് നാമധേയ ക്രിസ്ത്യാനിത്വം പകർന്നു നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശു സത്യത്തിൽ ആരാ? ഈ ക്രൂശിൽ കിടക്കുന്ന യേശു സത്യത്തിൽ ആരാ? അവന്റെ പറ്റില്ലായ്മ കൊണ്ടാണോ ആ ക്രൂശിൽ കിടക്കുന്നത്? അവന്റെ നിസ്സഹായത കൊണ്ടാണോ ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത്? അവന് ഇടയ്ക്കൊരു സമയവും കൂടെ ഉണ്ടായിരുന്നു. യേശു ചെയ്ത ഉപദേശങ്ങൾ, യേശു ചെയ്ത ടീച്ചിങ്സ്, യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അന്നത്തെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ഓർഡറായ യഹൂദ മതത്തിൽ ആർക്കും അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു തെറ്റോ ഒരു ബ്ലെയിമോ യേശുവിൻ്റെ മുകളിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അസൂയ മൂലമാണ് യേശുവിനെ അവർ ക്രൂശിലിട്ട് തറയ്ക്കാൻ കൊണ്ടുപോയത്. യേശുവിൻ്റെ ഇടകാലത്തുള്ള ജീവിതം 33.5 വയസ്സ് വരെ, 30 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയുള്ള ആ സമയത്ത് യേശു കൊടുത്ത ഉപദേശങ്ങൾ, അത് അവൻ ആരാണെന്നുള്ളതിൻ്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാട് നമ്മുടെ ഈ ചെറു സമൂഹത്തിൽ ഉണ്ടാകണം. നാമധേയ ക്രിസ്ത്യാനിത്വത്തിന് ആ വെളിപ്പാടില്ല. ഞാൻ ഒരു വാക്യം വായിക്കാം.
മത്തായി 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. മതി മതി. Where is he who has been born King of the Jews? For we have seen his star in the east and have come to worship him. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അവനെ നമസ്കരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളൊരു നക്ഷത്രത്തെ കണ്ടാൽ നമുക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്തോ ഒരു നക്ഷത്രം കിടക്കണം, അതിലൊരു നക്ഷത്രവും കൂടെ കണ്ടു. ഇവിടെ വന്നിരിക്കുന്നത് ജ്യോതിഷികളാണ്. ജ്യോതിഷി അല്ലെങ്കിൽ വിദ്വാൻമാർ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന, അതിൻ്റെ താരപഥങ്ങളുടെ സഞ്ചാരം പഠിക്കുന്ന വലിയ വിദ്വാൻമാരാണ്. അവർ കിഴക്കുന്നതെന്ന് വന്നു എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. ഏത് കിഴക്കുന്നാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. എവിടെന്നെങ്കിലും ആയിക്കോട്ടെ. 3 പേരാ വന്നേന്നുള്ളതിനും വലിയ തെളിവൊന്നുമില്ല. കുറച്ച് പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വന്നിട്ട് പറയുക, ഞങ്ങള് അവൻ്റെ നക്ഷത്രം കണ്ടു, അവനെ ആരാധിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. അത് വന്ന് പറയുന്നത് ഹേരോദ രാജാവിൻ്റെ മുന്നിലാണ്. ഞാൻ ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഹിസ് പ്രീ എമിനൻസ്, ഹിസ് പ്രീ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. ഡിസംബർ 25-ന് ക്രിസ്മസിന് അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൈവത്തിൻ്റെ ജനനമല്ല സംഭവിച്ചത്. യേശു ഭൂമിയിലോട്ടൊരു മനുഷ്യനായിട്ട് വന്നു എന്നുള്ള ഒരു സംഭവം നടന്നു. പക്ഷെ ദൈവത്തിൻ്റെ ജനനമല്ല നടന്നത്. അവൻ അനാദികാലം മുതലേ ഉണ്ടായിരുന്നവനാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരിത് കേൾക്കണം. നമ്മുടെ യേശു ആരാണ്? പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് യേശു, അതാരാ? ക്രൂശിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ മരിക്കുന്ന യേശു, അവൻ ആരാ? കൊലോസ്യ ലേഖനം അതിൻ്റെ 1:16 16 വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും വാഴ്ചകള് അധികാരങ്ങള് സകലതും അവൻ മുഖാന്തരം. ഈ പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ ഈ അവൻ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ച? ഉറക്കെ പറ, ആരെ ഉദ്ദേശിച്ച? യേശുവിനെ കുറിച്ചാണ്. ദൈവം എന്ന് പറയുന്നത് അതല്ല. ദൈവം എന്ന് പറയുന്നത് ദൈവമാണ്, പക്ഷെ ദൈവം എന്നല്ല പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. യേശു എന്ന് പറയുന്ന ആ പേഴ്സണെ കുറിച്ചാണ്, ആ വ്യക്തി. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ യേശു, ക്രൂശിൽ നിസ്സഹായനെ പോലെ കിടക്കുന്ന ആ യേശു, അവനെക്കുറിച്ചാണ് പറയുന്നത്. വാഴ്ചകള് അധികാരങ്ങള് സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവന് വേണ്ടിയിട്ട് സകലതും. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. അവനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അവിടെ നോക്കണം, ഒരു നക്ഷത്രത്തെ കണ്ടിട്ടാണ് വിദ്വാൻമാർ വരുന്നത്. യേശുവിൻ്റെ ജനനത്തിൽ നക്ഷത്രത്തെ ആരാ സൃഷ്ടിച്ചത്? ഉറക്കെ പറ, നക്ഷത്രത്തെ ആരാ സൃഷ്ടിച്ചേ? യേശു. ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ആ യേശുവിലോട്ട് വരാനായിട്ട് അല്പം മടിക്കും. പക്ഷെ യേശുവാണ് നക്ഷത്രത്തെ സൃഷ്ടിച്ചത്. ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈ യേശുവാണ് നക്ഷത്രങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ആ സൃഷ്ടി നടക്കുന്ന സമയത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ പഴം ശൂന്യമായി കിടന്നു. പിന്നെ സൂര്യൻ, പിന്നെ ചന്ദ്രൻ, നക്ഷത്രങ്ങള്, സമുദ്രം, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സൃഷ്ടിച്ചു വന്നു. ആ സൃഷ്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിക്കുക. ദൈവമല്ല, യേശു സൃഷ്ടിക്കുക. സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ഒരു നക്ഷത്രത്തെയും വിളിച്ചു, മോനെ ഇവിടെ വാ, നീ ഇപ്പൊ പോയി തിളങ്ങണ്ട. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് പറയുക, നീ ഇപ്പൊ തിളങ്ങണ്ട. ഒരു 4000 വർഷത്തിന് ശേഷം
എനിക്ക് ഭൂമിയിലൊന്ന് പോണം. അന്ന് കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യര്, നക്ഷത്രങ്ങളെ കുറിച്ച് അറിയാവുന്ന മനുഷ്യർ വരും. അന്ന് നീ ഒന്ന് തിളങ്ങി കാണിച്ചു കൊടുക്കണം, ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക്. എന്തിനാ? അവർക്ക് ഞാൻ എവിടെ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കിട്ടണം. അന്നത്തേക്ക് വേണ്ടിയിട്ട് 4000 വർഷം മുന്നേ ഒരു നക്ഷത്രത്തെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചു. അതാണ് യേശു. ആ യേശു ആയി പുൽത്തൊട്ടിയിൽ ജനിച്ചിരിക്കുന്നത്, അല്ലാതെ അതൊരു നിസ്സഹായനായ ഒരു പാവപ്പെട്ട യേശു അല്ല. അത് ഹിസ് പ്രീ എക്സിസ്റ്റൻസ്. പരീശന്മാരോടും അന്നത്തെ റിലീജിയസ് ലീഡേഴ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ യേശു പറയുവാണ്, ബിഫോർ അബ്രഹാം വാസ് ബോൺ ഐ ആം. അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്. അവന് വട്ടാന്നാ അവര് പറഞ്ഞത്. അബ്രഹാമിന് 2000 വർഷം മുന്നേ ജീവിച്ചിരുന്ന അബ്രഹാം ഞങ്ങളുടെ പിതാവ്, അവന് മുന്നേ നീ എങ്ങനെ ഉണ്ടാകാനാ? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. പക്ഷെ അതാ ട്രൂത്ത്, അതാണ് സത്യം. അപ്പൊ അത് എന്തിനാ എഴുതി വെച്ചിരിക്കുന്ന? ഇന്ന് നമ്മളോടുള്ള സന്ദേശമാണ്. യേശു ആരാ? ഹിസ് പ്രീ എക്സിസ്റ്റൻസ്. സൃഷ്ടിക്ക് മുന്നമേ ഉണ്ടായിരുന്നവനാ, സൃഷ്ടികർത്താവാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് ഭാവിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, പഠനത്തെക്കുറിച്ചേ ചിന്തയുള്ളൂ, കരിയറിനെ കുറിച്ചേ ചിന്തയുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നെർവുകളെ മുഴുവനും, നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലുള്ള എല്ലാ സെന്റിമെന്റ്സിനെയും എല്ലാത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എല്ലാത്തെയും സൃഷ്ടിച്ചത് ആ യേശുവാണ്. അവന്റെ ബലം ഒന്ന് ആലോചിച്ച് നോക്ക്. 4000 വർഷം മുന്നേ ഒരു പർട്ടിക്കുലർ സ്റ്റാറിനെ ഒരു പർട്ടിക്കുലർ ഡേയിൽ തെളിയാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ച യേശു, അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് എൻ്റെ കഥയല്ല, ഇത് ബൈബിളിന്റെ സത്യമാണ്. നമ്മൾ ബൈബിളിനെ വിശ്വസിക്കുന്നവരല്ലേ? സോ യേശു എന്ന് പറയുന്നത് ഹിസ് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ്. ഇതൊരു തിയോളജിക്കൽ ട്രൂത്ത് ആണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. അത് യേശുവിനെ കുറിച്ച് പറയുന്ന ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ എഴുതിയിരിക്കുന്നു, ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. അവൻ തന്നെ ശൂന്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉണ്ടായതല്ല. ക്രിസ്മസ് യേശുവിന്റെ ജനന ദിവസം അല്ല ക്രിസ്മസ്. യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതിന്റെ ഒരു ദിനം മാത്രമാണ്. യെശയ്യാ പറയുന്നത് ഇങ്ങനെയാ, unto us a child is born, a son is given. ഒരു ശിശു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. ഒരു മകനെ നമുക്ക് വേണ്ടി മകൻ ജനിച്ചതല്ല, മകൻ നൽകപ്പെട്ടതാണ്. ഒരു ശിശുവായിട്ട് ഒരു മകൻ നൽകപ്പെട്ടതാണ്. സോ യേശുവിന്റെ ആരംഭം 2000 വർഷം മുന്നേ അല്ല. യേശുവിന്റെ ആരംഭം അനാദികാലം മുതൽ അവൻ ഉണ്ടായിരുന്നവനാണ്. പഴയ നിയമത്തിലുള്ള പല അപ്പിയറൻസുകളും, അബ്രഹാമിന്റെ മുമ്പിൽ വന്ന് പുറപ്പെട്ട സ്വർഗദൂതന്മാർ, തിയോളജിയന്മാർ പറയുന്നത് അത് സ്വയം യേശു ആണെന്നാണ്. മോശയ്ക്ക് മുന്നിൽ വന്ന് മുൾപ്പടർപ്പിന്റെ മുന്നിൽ വെളിപ്പെട്ട ദൈവം, അത് യേശുവാ. ആ യേശുവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നമുക്ക് പഴിയും ദുഷിയും നിന്നയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെയുള്ള ഒരു ക്രെഡിറ്റും ഒക്കെ കിട്ടാതിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആരെയാ ഞാൻ? ആരുടെ പുറകെയാ ഞാൻ നടക്കുന്നത്? ഞാൻ പുറകെ നടക്കുന്നത് അത്ര കുറഞ്ഞവനൊന്നും അല്ല. അവനാണ് സർവ്വതും. അവനാണ് സൃഷ്ടിയുടെ ആരംഭം. അങ്ങനെയെങ്കിൽ എന്തിനു നമുക്ക് ഭയം വേണം? അങ്ങനെയെങ്കിൽ എന്തിനു നമുക്ക് ഭീരുത്വം വേണം? അവൻ നമ്മളെ പറയുവാണ്, എൻ്റെ ആർമിയിലോട്ട് വാ, ഐ വിൽ ഗിവ് യു എംപ്ലോയ്മെന്റ്. ഐ വിൽ ഗിവ് യു എംപ്ലോയ്മെന്റ്. നീ എൻ്റെ ആർമിയിലോട്ട് വാ, ഞാൻ നിനക്ക് ശമ്പളം തരാം, നീ എൻ്റെ ആർമിയിൽ ചേര്. ചെറുപ്പക്കാരെ ഞാൻ ചലഞ്ച് ചെയ്യുക, യേശുവിൻ്റെ ആർമിയിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഏതൊരു പ്രൈവറ്റ് കമ്പനിയും നിങ്ങളെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നിങ്ങളെ ധോക്ക അല്ലെങ്കിൽ ചതിച്ചേക്കാം. പക്ഷെ യേശുവിന്റെ കമ്പനിയിൽ ഒരിക്കലും അവൻ നമ്മളെ ചതിക്കുകയില്ല. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
യേശു ദൈവമാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ യേശു മനുഷ്യനുമാണ്. യേശു ദൈവമാണ്, യേശു മനുഷ്യനുമാണ്. ഇതെങ്ങനെ സംഭവിക്കും? ദ ഗോഡ് മാൻ യൂണിയൻ. യേശു ദൈവമാണ്, അതേപോലെ തന്നെ യേശു മനുഷ്യനുമാണ്. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു 100%, 50 + 50 = 100. പക്ഷേ തിയോളജിയിൽ യേശുവിന്റെ കാര്യത്തിൽ മാത്രം 100 + 100 = 100. 100 + 100 100, 100. ഈ ലോജിക്ക് വേറെ ഒരിടത്തും അപ്ലൈ ആവത്തില്ല. മറ്റ് പല അവതാരങ്ങളും മറ്റു ലോകത്തിലുള്ള പല മനുഷ്യരെയും നമുക്ക് കാണാം. അവിടെയെല്ലാം പല ദൈവിക കാര്യങ്ങളും പല നല്ല കാര്യങ്ങളും ഒക്കെ മനുഷ്യർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ദൈവിക പരിവേഷങ്ങളെ കൊടുക്കാറുണ്ട്. പക്ഷേ ഒന്നുകിൽ അവർ മനുഷ്യനാണോ മനുഷ്യനാണ്, അല്ലെ ദൈവമാണോ അവരെല്ലാം കൂടെ ദൈവമായിട്ട് വെച്ചിരിക്കുന്നു. രണ്ടും കൂടെ കൂടിയുള്ള ഒരു അവസ്ഥ ലോകത്തിൽ ആർക്കും ആപ്ലിക്കബിൾ അല്ല. ഓൺലി ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് മാത്രം. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ഹെരോദാവിനോടാണ് ചോദിക്കുന്നത്. ഹെരോദാവ് അന്നത്തെ രാജാവാണ്. ഈ രാജാവായ ഹെരോദ് എങ്ങനെ രാജാവായി? ഇവൻ യഹൂദനാണോ? യഹൂദന്മാരുടെ രാജാവല്ലേ ഹെരോദ്. ഇവൻ യഹൂദനാണോ? ഈ ഹെരോദ യഹൂദനാണോ? ഹെരോദ രാജാവ് യഹൂദനാണോ? യഹൂദന്മാരുടെ രാജാവ് യഹൂദനാവണ്ടേ? ഹെരോദാവ് യഹൂദനാണോ? ഹെരോദാവ് യഹൂദനല്ല. ഹെരോദാവിന്റെ 3 തലമുറ മുന്നുമുള്ള ഹെരോദാവ്. അവരെ ഹെരോദ് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. ഈ സ്ഥാനപ്പേര് 3 തലമുറയ്ക്ക് മുന്നുമുള്ള അവന്റെ അപ്പന്റെ അപ്പൻ, അവൻ രാജാവായിരിക്കുന്ന സമയത്ത് അവൻ ഇദൂമ്യനാണ്. ഇദൂമ്യൻ. അവന്റെ അമ്മ അറബിയാണ്, ഒരു അറബി സ്ത്രീയാണ്. അപ്പൊ അറബി ഇദൂമ്യൻ ഒരു മിക്സറാണ്. അതിൽ നിന്നും അടുത്ത തലമുറ വന്നു. അതിനുശേഷം യേശുവിന്റെ സമയത്തുള്ള ഹെരോദാവ് വന്നു. ഇവരെങ്ങനെ യഹൂദന്മാരുടെ രാജാവായി? റോമൻ സർക്കാർ എന്ന് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെരോദാവിനോട് പറഞ്ഞു, നീ നിന്റെ രാജ്യത്തിന്റെ രാജാവായിട്ട് തന്നെ അങ്ങ് ഇരുന്നു. അധികാരമോഹികളാണ്, ദുർമോഹികളാണ്. നീ നിന്റെ രാജ്യത്തിന്റെ അധികാരിയായിട്ട് തന്നെ അങ്ങ് ഇരുന്നു. ഒരു ചെറിയ ഏരിയ, വലിയ ഏരിയ ഒന്നുമല്ല, ഇരുന്നോ. പക്ഷേ റോമൻസ് പറയുന്നതിനപ്പുറമായിട്ട് നിനക്കൊന്നും ചെയ്യാനുള്ള അധികാരമില്ല. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുരാജാക്കന്മാരെ കൊണ്ട് രാജ്യം ഭരിപ്പിച്ചിരുന്ന ഒരവസ്ഥയാണ് ഹെരോദാവിൻ്റെത്. ഇങ്ങനെ ഒരു ഹെരോദാവിന്റെ ചരിത്രം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ദുഷ്ടനാണ്. യേശുവിന്റെ സമയത്തുള്ള ഹെരോദാവ് തനിക്ക് പല ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരിൽ പല മക്കളുണ്ടായിരുന്നു. പല ഭാര്യമാരെയും ഇവൻ നിഷ്കരണം വെട്ടിക്കൊന്നു. പല കുഞ്ഞുങ്ങളെയും ഇവൻ സ്വന്തം കുഞ്ഞുങ്ങളെ പലതിനെയും ഇവൻ കൊന്നുകളഞ്ഞു. ഹെരോദാവിന് തൻ്റെ കസേരയ്ക്ക് എന്തെങ്കിലും ഇളക്കം പറ്റുമെന്ന് തോന്നിയാൽ അപ്പോൾ അവരെ എല്ലാം നിഷ്കരണം വെട്ടിക്കളഞ്ഞു. അവൻ്റെ ദുഷ്ടതയുടെ ഉദാഹരണമാണ് 2 വയസ്സിനും താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയാനായിട്ടുള്ള പദ്ധതി ഇടുന്നത്. അപ്പോൾ ഈ ഹെരോദാവിൻ്റെ മുന്നിലാണ് ഈ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ വന്നിട്ട് ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെയാണ്? ആരോടാ ചോദിക്കുന്നേ? സ്വയം നുണയുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് സ്വയം യഹൂദനാണെന്നും ഞാൻ യഹൂദന്മാരുടെ രാജാവാണെന്നും നടിക്കുന്ന ഒരുവന്റെ അടുത്ത് വന്ന് ചോദിക്കുക. അവൻ വെറുതെ വിടുവോ? ഇവൻ യഹൂദനാണെന്ന് നടിക്കാൻ വേണ്ടി ചെയ്ത മറ്റൊരു കാര്യം, അന്ന് നിലവിലുണ്ടായിരുന്ന യെരൂശലേം ദേവാലയം പണിതത് ഈ ഹെരോദാവാ. ചോദ്യം ഇതാണ്, യഹൂദനല്ലാത്ത ഇവൻ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് എന്തിന് ദേവാലയം പണിത് കൊടുത്തു? ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ദേവാലയത്തെ വർഷങ്ങൾ എടുത്ത് പണിതത് ഈ ഹെരോദാവാ. പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടി ചെയ്തതാണ്. പൊളിറ്റിക്കൽ റീസൺസ്. അവന്റെ കസേര നിലനിൽക്കണമെങ്കിൽ അവന് കുറച്ച് ആളുകൾ വേണം, പ്രജകൾ വേണം. ആ പ്രജകളെ സന്തോഷിപ്പിച്ച് അവൻ രാജാവായിട്ട് നിലനിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടിയിട്ട് യെരൂശലേം ദേവാലയം പണിത് കൊടുത്തു. പക്ഷേ ദേവാലയം പണിയുന്നു, ദേവാലയത്തെ വെറുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ് ഹെരോദാവ്. യഹൂദന് വേണ്ടിയിട്ട് പണിയുന്നു, യഹൂദന്മാരെ വെറുക്കുന്നു. യഹൂദ കുഞ്ഞുങ്ങളെ 2 വയസ്സിന് താഴെയുള്ളവരെ മുഴുവൻ കൊന്നുകളയാനായിട്ടുള്ള പദ്ധതി ഇടുന്നു. എന്തൊരു വിരോധാഭാസമാണ്!
അങ്ങനെ ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ മുമ്പിൽ വന്ന് അവനെ നമസ്കരിക്കാനായിട്ട് വന്നതാണ്. ഹെരോദാവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് സ്ഥാപിക്കുന്നത് BC 37 അന്ന് തൊട്ട് അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അവൻ മനുഷ്യനാണ്. പക്ഷേ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ അവൻ മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവമാണ്. ലോകത്തിൽ ആരും രാജാവായിട്ട് ജനിക്കുന്നില്ല, രാജാവായിത്തീരുന്നതാ. ഒരു കുഞ്ഞു ജനിക്കുന്നു, അധികാരം കൊണ്ടോ കുടുംബം കൊണ്ടോ അവൻ രാജാവായിട്ട് മാറുന്നു. പക്ഷെ ഒരിക്കലും ഒരു രാജാവ് ജനിക്കുന്നില്ല. ഇവിടെ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ എന്ന് ഒരു ദുഷ്ടരാജാവിനോട് ചെന്ന് ചോദിക്കുകയാണ്. യേശു ആരാ? 100% ദൈവമാണ്, 100% മനുഷ്യനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യേശു 100% മനുഷ്യനും 100% ദൈവവുമായിട്ട് ഈ ഭൂമിയിൽ പിറന്നത്? അതിന്റെ റീസൺ ഉണ്ട്. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യം എന്താ? മനുഷ്യൻ പാപിയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ആയി മാത്രം യേശു ജനിച്ചു എങ്കിൽ യേശു പാപിയായിരിക്കും. പാപിയായ യേശുവിന് പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് യേശു ദൈവപുത്രനായിട്ട് ഭൂമിയിൽ പിറന്നു. എന്നാൽ പാപികളുടെ പ്രാശ്ചിത്തം വരുത്തേണ്ടത് എങ്ങനെ? മനുഷ്യന്റെ പ്രാശ്ചിത്തത്തിന് മനുഷ്യന്റെ ബലി. അതുകൊണ്ട് യേശുവിന് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറക്കണം. യേശു ഈ ഭൂമിയിലോട്ട് വന്നത് ഒരു പ്രീ പ്ലാൻഡ് കണ്ടീഷൻസ്, ഒരു പ്രീ പ്ലാൻഡ് സെറ്റപ്പിലാണ്. അവനാണ് യേശു. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ആ യേശു, സൃഷ്ടികർത്താവായ ആ യേശു, അവനാണ് മനുഷ്യനായിട്ടും ദൈവമായിട്ടും 100%. അവൻ ദൈവമായതുകൊണ്ട്, ഭൂമിയിൽ കന്യകയിൽ നിന്നും പിറന്നതുകൊണ്ട് അവനിൽ പാപമില്ല. പാപരഹിതനായ യേശു പാപികൾക്ക് വേണ്ടി ബലിയായി മാറേണ്ടതിന് ഈ ഭൂമിയിൽ പിറന്നു. കുഞ്ഞുങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഈ യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പലരോടും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത്, കൺവെൻഷനിൽ പാസ്റ്റർ ചോദിച്ചു എത്ര പേര് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ട്, അന്നേരം കൈപൊക്കി അന്നേരമാണ് രക്ഷിക്കപ്പെട്ടതെന്നാണ്. അതിൽ വലിയ തെറ്റൊന്നുമില്ല, പക്ഷെ ഒത്തിരി ശരിയുമില്ല. ഈ യേശുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്പർ 1, പ്രീ എക്സിസ്റ്റിംഗ് യേശു, അനാദി കാലം മുതലേ ഉള്ളവനായ യേശു, അവന് വേണ്ടി സകലത് ഉളവാക്കിയത്, അവനാൽ സകലത് ഉളവാക്കിയത്, ആ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജനിച്ചോ? നമ്പർ 2, 100% ദൈവവും 100% മനുഷ്യനുമായി ഹെരോദാവിൻ്റെ മുമ്പിൽ രാജാവായിട്ട് ചമഞ്ഞിരിക്കുന്നതിൻ്റെ മുമ്പിൽ യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ആ യേശുവിനെ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ച ആ യേശുവിനെ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹിസ് പെർഫെക്ഷൻ. യേശുവിൻ്റെ ക്വാളിറ്റിയിൽ മൂന്നാമത്തത് ഹിസ് പെർഫെക്ഷൻ. അവൻ്റെ വിശുദ്ധി അല്ലെങ്കിൽ അവൻ്റെ സമ്പൂർണത. സമ്പൂർണനാണ് യേശു. അവനിൽ ഒരു കളങ്കവുമില്ല, ഒന്നിനും കുറവില്ല. യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോബിൻ്റെ 25:4. യോബ് 25:4. സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? യോബ് എന്ന് ചോദിച്ചു. നമ്മൾ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ തിയോളജി മനസ്സിലാവത്തില്ല. മർത്യൻ നിർമ്മലനാകുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? എങ്ങനെ നിർമ്മലനാകും? നമ്മളെല്ലാം സ്ത്രീ ജനിച്ചിട്ട് ജനിച്ചവരായി ഭൂമിയിൽ, അല്ലേ? സ്ത്രീ പ്രസവിച്ചിട്ട് ജനിച്ചവരാണ്. അപ്പൊ നമ്മൾ നിർമ്മലരല്ല. യോബ് ചോദിക്കുന്ന ചോദ്യം അതാണ്. നമ്മൾ ആരും നിർമ്മലരല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, ക്രൈസ്റ്റ് വാസ് ബോൺ ഓഫ് എ വുമൺ.
ഗലേഷ്യൻസ് 4:4. സ്ത്രീയിൽ നിന്നും കാലസമ്പൂർണതയിൽ ദൈവപുത്രൻ ജനിച്ചു. അപ്പോൾ യേശു സ്ത്രീയുടെ സന്തതിയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്ത്രീയിൽ നിന്നും ജനിച്ചവൻ നിർമ്മലനല്ല. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ പുത്രനായി യേശു ജനിച്ചു. യേശു നിർമ്മലനാണോ? യേശു നിർമ്മലനാണോ? യോബ് വീണ്ടും ചോദിക്കുന്നുണ്ട് 14:4. യോബ് 14:4. അശുദ്ധനിൽ നിന്നും ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? അശുദ്ധനിൽ നിന്നും ജനിച്ച വിശുദ്ധനുണ്ടോ? ഇല്ല. അശുദ്ധമായതിൽ നിന്ന് എന്തെങ്കിലും വിശുദ്ധമായത് വരാൻ കഴിവുണ്ടോ? കഴിവില്ല. സ്ത്രീയിൽ നിന്നും ജനിച്ചവൻ നിർമ്മലനാണോ? സ്ത്രീ, പുരുഷൻ സകലരും പാപികളാണ്. മനുഷ്യൻ പാപിയാണ്. സകലരും പാപം ചെയ്ത് all have sinned and fall short of the glory of God. പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി. സ്ത്രീയിൽ നിന്നും യേശു ജനിച്ചു. അങ്ങനെയെങ്കിൽ യേശു പാപരഹിതനാണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇന്ന് ലോകത്തിൽ ഒത്തിരി ആളുകൾ യേശുവിൻ്റെ ദിവ്യത്വത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യേശു പാപരഹിതനാണ് എന്നുള്ള കാര്യത്തിൽ 100% വിശ്വാസം ഒത്തിരി ആളുകൾക്കില്ല. പല തിയോളജിയന്മാർക്കും ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത യേശു എങ്ങനെയുള്ളവനാണ്? അവൻ വിശുദ്ധനാണോ? സ്ത്രീയിൽ നിന്നും ജനിച്ചവനാണ്. അശുദ്ധമായതിൽ നിന്നും ജനിച്ചതാണ്. അതിന് കത്തോലിക്ക സഭയൊക്കെ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് സ്ത്രീയെ തന്നെ വിശുദ്ധിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? യേശു ചെയ്തത് അങ്ങനെയൊന്നുമല്ല. ദൈവം ചെയ്തത് അങ്ങനെയല്ല. ഒരു സാധാരണ സ്ത്രീയിൽ നിന്നും, ഒരു അശുദ്ധമായ പാത്രത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സാധാരണമായ പാത്രത്തിൽ നിന്നും, കന്യകയിൽ നിന്നും പുരുഷനെ കൂടാതെ ഈ ഭൂമിയിലോട്ട് പിറക്കാനുള്ള സംവിധാനം ദൈവം യേശുവിന് വേണ്ടി ഒരുക്കി. അല്ലെങ്കിൽ യേശു ഈ ഭൂമിയിലോട്ട് വരാനായിട്ട് ഒരു കന്യകാ ജനനത്തെ അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. God was able to bring a clean baby out of a woman tainted with inherited sin. യേശുവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ലോകത്തിൽ ഏത് മനുഷ്യൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചോ അവൻ അശുദ്ധനാണ്, അവൻ പാപിയാണ്. പക്ഷെ യേശു മാത്രം പുരുഷനെ കൂടാതെ കന്യകയിൽ നിന്നും വിശുദ്ധ പ്രജയായി പുറത്തു വന്നു. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറ്റ എക്സ്പ്ലനേഷൻ ഇത്രേ ഉള്ളൂ: ഗോഡ് ക്യാൻ ഡു മിറക്കിൾസ്. ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ദൈവം അത്ഭുതം ചെയ്തു. കന്യകയിൽ നിന്നും യേശു ഈ ഭൂമിയിൽ പിറന്നു. അതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ ജീവിതം. യേശു പാപരഹിതനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രൂവ് ചെയ്യണം. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ കണികയെങ്കിലും കാണിച്ചതാണ്. പാപം ഒഴികെ നമുക്ക് സമമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. പാപം ഒഴികെ. മരണസമയത്ത് പല കോടതികളിൽ യേശുവിനെ വിധിച്ചു. സകലരും പറഞ്ഞു ഇവൻ പാപരഹിതനാണ്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? ഞാനൊരു പാപിയായ മനുഷ്യനാണ്. നമ്മളെല്ലാവരും പാപികളാണ്. പാപത്തിൻ്റെ ലാഞ്ചന നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ 2 കൊച്ചു പിള്ളേർ, ഇതുങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ. ഇത്ര വലിയ തെറ്റും പാപമൊന്നും ആരും അവരെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് എല്ലാ തമാടത്തരം കാണിക്കാൻ അറിയാം. ആര് പഠിപ്പിച്ചു? രക്തം വഴി ആദത്തിൻ്റെ കയ്യിൽ നിന്നും ജീൻ ട്രാൻസ്ഫർ ചെയ്ത് അവൻ്റെ അപ്പൻ്റെയും അവൻ്റെ അപ്പനിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെയും കയ്യിൽ വരെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ തെറ്റ് ചെയ്യാൻ പഠിപ്പിക്കണ്ട, അത് തന്നെ പഠിച്ചോളും. നല്ലത് വല്ലതും ചെയ്യണമെങ്കിൽ പഠിപ്പിക്കണം. പക്ഷെ യേശുവിൻ്റെ രക്തത്തിൽ ആദമിൻ്റെ രക്തം കലരാത്തത് കൊണ്ട് അവൻ പാപരഹിതനാണ്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്. പത്രോസ് 1 പത്രോസ് 2:22 പറയുന്നു, ജീസസ് വാസ് ബോൺ പെർഫെക്റ്റ് ആൻഡ് നെവർ ഫെൽ ഇൻടു സിൻ. ആദം പാപരഹിതനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ആദം പാപത്തിൽ വീണുപോയി. യേശു പാപരഹിതനായി സൃഷ്ടിക്കപ്പെട്ടു. യേശു പാപത്തിൽ ഒരിക്കലും വീണു പോയില്ല. കാരണം അവൻ ദൈവപുത്രനാണ്. ഈ യേശുവിനെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ യേശുവിൻ്റെ ദിവ്യത്വത്തിൻ്റെ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പ്രസ്താവിച്ചത്. നമ്പർ 1,
ഹിസ് പ്രീ എക്സിസ്റ്റൻസ്. യേശു ഇന്നലെയോ മിനിഞ്ഞാന്നോ 2000 വർഷമോ ഉണ്ടായ ആളല്ല. അബ്രഹാമിനും മുന്നമേ ഞാനുണ്ട്. സൃഷ്ടിയിൽ ജനനത്തിന്റെ സമയത്ത് ഒരു നക്ഷത്രത്തെ സ്പെസിഫൈ ചെയ്ത് 4000 വർഷം കഴിഞ്ഞിട്ടുള്ള അലാറം ഫിറ്റ് ചെയ്ത് ഒരു നക്ഷത്രത്തെ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള യേശു, അവന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തയൊന്നുമില്ലേ? അറിയില്ലേ? 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ സംഭവിക്കുമെന്ന് അവർക്ക് അറിയാൻ പാടില്ലേ? നമ്മുടെ വ്യാകുലവും നമ്മുടെ ആകുലവും എല്ലാം കൊണ്ടും നമ്മുടെ കാര്യങ്ങളിൽ അവന് ചിന്തയില്ലാതെ വരുമോ? നമ്മുടെ മക്കളുടെ ഭാവി അവൻ്റെ കയ്യിലല്ലേ? 4000 വർഷത്തിന് ശേഷമുള്ള ഒരു നക്ഷത്രം എപ്പം മിന്നണം എന്നുള്ള അലാറം ഫിറ്റ് ചെയ്ത യേശു 10-15 വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ മക്കളുടെ ഭാവിക്ക് ഒരു അലാറം സെറ്റ് ചെയ്യാൻ അവന് കഴിവില്ലേ? എൻ്റെ ചോദ്യം ഇതാണ്. ഈ യേശുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാണോ? 100% മനുഷ്യനും 100% ദൈവവുമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, കർത്താവേ നീ എൻ്റെ രക്ഷിതാവാണ്, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും പാപരഹിതനായി ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായ ആ യേശുവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ കഥയിലോട്ട് നമ്മൾ വരുക. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഭാഗമായി നമ്മൾ മാറും. ദൈവരാജ്യത്തിൽ ഏദൻ തോട്ടത്തിൽ ആദവും ഔവയും വസിച്ചിരുന്ന അവസ്ഥയിലോട്ടുള്ള തിരിച്ചുവരവിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ യേശുവിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇതാണ് ഇന്ന് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള സന്ദേശം. ഇങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാവി അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അവൻ കരുതും, അവൻ നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കും. ഇങ്ങനെയുള്ളവരെയാണ് ഓൺ ദ വെരി ഡേ he called them as the army of the Lord. സൈന്യത്തിൻ്റെ ഭാഗമായി അവരെ അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് നമുക്ക് ഒരു യുദ്ധം ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് ഒരു വാർ, അല്ലെങ്കിൽ നമുക്കൊരു വി മസ്റ്റ് ബി എംപ്ലോയിഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ നമ്മൾ പണിക്കാരാണ്. അത് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടണം, തയ്യാറാകണം. എനിക്ക് വിളിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് പുറകോട്ട് മാറാനുള്ള ചാൻസ് ഇല്ല. ദൈവം വിളിച്ചിട്ടുണ്ട്. എവിടെ വിളിച്ചിട്ടുണ്ട്, എന്ത് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തുക. എങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാനാ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്? പക്ഷെ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് തന്ന നല്ല സാഹചര്യങ്ങൾക്കായി സ്തോത്രം. ഈ കൂട്ടത്തിനായി സ്തോത്രം. ഇതിലുള്ള ചെറുപ്പക്കാർക്കായി സ്തോത്രം. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രീ എക്സിസ്റ്റിംഗ് യേശു ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 100% ഗോഡ് ആൻഡ് 100% മാൻ ആയിട്ടുള്ള യേശു ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹീറോ യേശു ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ഈ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ എംപ്ലോയീസ് ആയിട്ട്, ആർമിയുടെ പാർട്ടായിട്ട് മാറട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.